എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ക്രിസ്മസ് കേക്കല്ലേ. അപ്പോൾ നമുക്കിന്നൊരു ഗിൽറ്റി ഫീൽ ഇല്ലാണ്ട്, മൈദ ഇല്ലാണ്ട്, വൈറ്റ് ഷുഗർ ഇല്ലാണ്ട് ഒരു കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയാലോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് തുടങ്ങിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് റാഗിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പുട്ടിൻ്റെ പൊടി വറുക്കുന്ന പോലെ മൂക്ക വറുത്തെടുക്കാം. അപ്പോൾ അതിൽ ഒരു പച്ചമണം ഉണ്ടാവും ഈ റാഗിപ്പൊടിക്ക്. അത് അങ്ങനെ ഇട്ടാൽ കേക്കിനൊരു വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാകുമ്പോൾ നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതാ നല്ലോണം പുട്ടിൻ്റെ പൊടി വറക്കുമ്പോൾ നല്ലൊരു മണം വരില്ല, ആവി വരില്ല അതിൽ നിന്ന്. ആ സമയമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടി എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലിട്ടിട്ട് തണിയാൻ വെക്കാം. അതായിരുന്നു തണുക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ടൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ പട്ട ചൂടാക്കി പൊടിച്ചതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. എല്ലാം കൂടി ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഫ്ലാക്സ് സീഡിന്നൊരു വഴുവഴുത്ത് വരും. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വാഴപ്പഴം എടുത്തിട്ട് 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. 3 നേന്ത്രപ്പഴം എന്ന് പറയുമ്പം തൂക്കി നോക്കുമ്പോൾ 300 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. 3 ഒന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെല്ലം ഉരുക്കി അരിച്ച് വെച്ചതാണ്. അതും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സിയിൽ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ ഫ്ലാക്സ് സീഡും സിനമൺ പൗഡറും കൂടിയാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കാണിച്ചു തരാം. കണ്ടോ നല്ല. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നിങ്ങൾ വുഡ് പ്രസ്ഡോ എന്തായാലും നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ തന്നെ, വെളിച്ചെണ്ണ തന്നെ. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇതും കൂടി ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. കണ്ടോ അത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തിരിക്കട്ടെ. നമുക്ക് നമ്മളെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കാം. കണ്ടില്ലേ. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആവി പുറത്ത് പോയി പോകാത്ത മൂടിയായിരിക്കണം. പിന്നെ ആ പാത്രത്തിനകത്ത് ഒരു സ്റ്റാൻഡും വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ആകട്ടെ. അത് നല്ലോണം ചൂടാക്കട്ടെ. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1.5 കപ്പ് നേരത്തെ വറുത്ത് വെച്ച റാഗിപ്പൊടി ഉണ്ടല്ലോ, അതും അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പ് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ. പിന്നെ 1/4 കപ്പ് കൊക്കോ പൗഡറും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിപ്പയിൽ അരിക്കുന്നത് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. 1, 2, 3 പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അരിച്ചെടുത്താൽ നല്ലോണം മിക്സായി കിട്ടും. അതിലേക്ക് ഇനി സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നമ്മളെ മറ്റേ മിക്സിയിൽ അരച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ടാണേ ചെയ്യേണ്ടു. എന്നിട്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഇത് ചിലപ്പം ഈ പൗഡർ ആടാട കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിലാണ് വിരുത്. കണ്ടില്ലേ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നിലക്കടല കുറച്ചാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പിൻ്റെ 1/4 ഭാഗം ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പിൻ്റെ കുറച്ച് ഭാഗം എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി ചോക്കോ ചിപ്സും ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണേ. അല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കേക്ക് ടിൻ എടുത്ത് വെച്ചിട്ട് അതിലൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക്
മൊത്തത്തിൽ ചുറ്റുമാക്കി കൊടുക്കണേ, ഏതെങ്കിലും ഭാഗത്ത് പിടിച്ചു പോകണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് എല്ലായിടെയും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഇതിലേക്ക് മാറ്റിയിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്യുക. കഴിഞ്ഞു പണി. കണ്ടില്ലേ? ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്കോ ചിപ്സ് കൊണ്ടൊന്ന് അലങ്കരിച്ചിട്ട് ബാക്കിയുള്ള കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഓവൻ നല്ലോണം പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മൂടിയിട്ട് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കുത്തി നോക്കാം. നിങ്ങൾ ഓവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട, ഓട്ടയുള്ള മൂടി ഉണ്ടാവും ചില പാത്രങ്ങൾക്ക്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇത് ശരിയായിട്ടില്ല കേട്ടോ. 30 മിനിറ്റ് കൊണ്ട് ശരിക്കും വെന്തിട്ടില്ല. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതേ ലെവലിൽ തന്നെ ഒന്നാവട്ടെ. കണ്ടോ, ഇപ്പോൾ കുത്തി നോക്കുമ്പോൾ ഒട്ടുന്നില്ല. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് തണുക്കാൻ വെക്കാം. ഒരു ഭാഗത്തിരുന്ന് തണുക്കട്ടെ. തണുത്ത് വന്നിട്ടുണ്ട്. കേക്കൊന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, ബട്ടർ പേപ്പറൊന്നും ഒന്നും ആയിട്ടില്ല. കണ്ടില്ലേ? നല്ല അടിപൊളി കേക്ക് റെഡി. കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്.